ഹലോ, വെൽക്കം ടു അവർ ചാനൽ ധ്രുവിധുനി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. പറ്റുന്നിടത്തോളം ഷൂട്ട് ചെയ്ത് കാണിക്കാവേ. ബയോ. അങ്ങനെ ഇതാ ഒരാൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. എഴുന്നേറ്റ ഉടനെ ഏട്ട ഇവിടെ കൊണ്ട് കിടത്തിയപ്പോൾ വീണ്ടും അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ ആൾ എഴുന്നേറ്റ് കുറച്ച് സ്നേഹിക്കൽ പരിപാടിയൊക്കെ നടക്കുവാണ്. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെ ആളൊന്ന് ഓക്കെ ആയി വരത്തോളം കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് നേരം എടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് മറ്റേ ആളെ പോയി നോക്കിയപ്പോഴത്തേനും അദ്ദേഹം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ എന്താ കളിക്കുവാണോ? അങ്ക് വേണ്ടേ? അങ്ക് വേണ്ടേ? തരാം കേട്ടോ. ഇനി നമുക്ക് കിച്ചണിൽ കുറച്ച് പരിപാടികളുണ്ട്. ചായ ഇടണം, കുറുക്ക് കാച്ചണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. സേ താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. എന്തുണ്ട് വിശേഷം ഗൈസ്? ഇനി ചായ കുടിക്കൽ പരിപാടിയാണ് കേട്ടോ. ഒരാൾ അവിടെ കിടന്ന് കളിക്കുവാണ്. അപ്പോഴത്തേനും ഞാൻ ഒരാളെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന്, ഇദ്ദേഹം ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അവരെ മുമ്പ് വെച്ച് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, അതിനകത്തിട്ട് പിടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം അങ്ങനെയാണല്ലോ, നമ്മൾ എന്ത് കഴിച്ചാലും അത് നോക്കിയിരിക്കുകയോ അതിനകത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അവർക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ചായയൊക്കെ ആണെങ്കിൽ നമ്മൾ തൊട്ട് ചെറുതായിട്ട് വായിലൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ തേയില അടങ്ങിയതൊന്നും അധികം ഞാനങ്ങനെ കൊടുക്കാറില്ല. ജസ്റ്റ് അവരിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അത് വായിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കും, അത്രയേ ഉള്ളൂ. അതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കും കേട്ടോ. രാവിലെ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും. ഇന്ന് മിച്ചറായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കളിയൊക്കെ ആയിരുന്നു, കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന്. ഇനി അടുത്ത ജോലിയിലേക്ക് പോകണമല്ലോ. രാവിലെ കുറച്ച് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഏട്ടൻ അവിടെ നമുക്ക് അഗസ്തിപ്പൂ ഉണ്ട് കേട്ടോ, അത് പറിച്ചിട്ട് അത് പറക്കിയെടുക്കുകയാണ്. ഇവിടെ രണ്ടുപേരും കൂടെ കൊണ്ട് കിടത്തിയപ്പോഴത്തേനും അവർ കളിയാണ് കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ചാൽ രണ്ടുപേരും ഭയങ്കര കുരുത്തക്കേടാണ്. ഒരാളെ തലയിൽ അടുത്ത ആളുടെ കാലിരിക്കും, അടുത്ത ആളുടെ തലയിൽ അടുത്ത ആളുടെ കാലിരിക്കും. അങ്ങനെയൊക്കെയാണ്. പിടിച്ചു മാറ്റാനേ നമുക്ക് സമയമുള്ളൂ. അവർക്കറിയത്തില്ലല്ലോ, ചിലപ്പോൾ കണ്ണിലൊക്കെ കയറി കൊള്ളും. അങ്ങനെ നമ്മൾ നോക്കി നിൽക്കുക, മാക്സിമം അടുത്ത് നിൽക്കാറുണ്ട് കേട്ടോ. അവർക്ക് വലിയ വിഷമം വരാത്ത രീതിയിലൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് പാല് കൊടുക്കണം, കുറുക്ക് കൊടുക്കണം, അവരെ കുളിപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഒരാൾക്ക് പാല് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ഇടാതെ ഫോർമുല മിൽക്കും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഏട്ടനോ അച്ഛനോ ആരെങ്കിലും ഒക്കെ പാല് കൊടുത്തോളും. ഞാൻ കുറുക്ക് കൊടുത്താൽ മതി. അതാണ് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണല്ലോ, അതുകൊണ്ട് ഞാൻ കുറുക്ക് കൊടുക്കും കേട്ടോ. അപ്പോഴത്തേനുള്ള കലാപരിപാടികളാണ് നിങ്ങൾ കാണുന്നത്. മുടി പിടിച്ച് വലിക്കുകയും നമ്മുടെ മാലയിൽ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അവരെ കുറുക്ക് കുടിപ്പിക്കുന്നത്. അതിനുശേഷം ഏട്ടൻ മാർക്കറ്റിൽ വരെ പോകുന്നുണ്ട്. നമുക്ക് അഗസ്തിപ്പൂ ഞാൻ പറഞ്ഞില്ലേ, അത് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ എന്തോ പറഞ്ഞിട്ട് ഏട്ടൻ പോവുകയാണ്. അപ്പോൾ ഇനിയാണ് കേട്ടോ മെയിൻ സംഭവം, കുളിപ്പിക്കാൻ കൊണ്ടുവന്ന ചടങ്ങാണ് കേട്ടോ. അതിന് മുമ്പിട്ട് നമ്മൾ എണ്ണ വെച്ച് ഇങ്ങനെ കുറച്ച് നേരം കിടത്തും. അത് നമുക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് കാണിക്കാത്തത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവരെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അവരെ എണ്ണ തേച്ച് അവിടെ കിടക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അപ്പവും ചമ്മന്തിക്കറിയായിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ കുറച്ച് നേരം വീഡിയോ എടുക്കാനായിട്ട് ഫോണൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ച കേട്ടോ. പക്ഷേ വീഡിയോ റെക്കോർഡിങ് ഓണാക്കിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് കേട്ടോ ഉള്ളത്. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതെല്ലാം ചെയ്യാറ്. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഏട്ടനും അച്ഛനും ഒക്കെ അങ്ങ് ജോലിക്ക് പോകും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി അവരെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ.
പിന്നെ കുളിപ്പിച്ചൊക്കെ വന്നു. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ. എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. അങ്ങനെ രണ്ടുപേരെയും കുളിപ്പിച്ച് ഉറക്കി കേട്ടോ. കുളിപ്പിച്ച ഉടനെ ഉറങ്ങിക്കോളും അവർ. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലേ, കുളിപ്പിച്ച ഉടനെ ഉറങ്ങിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ മോർണിംഗ് റൊട്ടീൻ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.